വെൽക്കം ടു എഡ്യൂന അക്കാഡമി. എഡ്യൂന അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള PSC 31/12/2024 പുതിയ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 29/1/2025 ആണ്. കാറ്റഗറി നമ്പർ 720/2024 ആണ്. ആപ്ലിക്കേഷൻസ് ആർ ഇൻവൈറ്റഡ് ഓൺലൈൻ only through one-time registration from qualified candidates for appointment in the under-mentioned post in Kerala government service. Before applying for the post, candidate should register as per one-time registration through the official website of Kerala PSC. Candidate who have already registered can apply through their profile. വൺ-ടൈം രജിസ്ട്രേഷൻ വഴി ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നതാണ്. വൺ-ടൈം രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്തവർ വൺ-ടൈം രജിസ്ട്രേഷൻ നടത്തിയ ശേഷം ആ പ്രൊഫൈൽ വഴി ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. നെയിം ഓഫ് പോസ്റ്റ് ലെക്ചറർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഗവൺമെൻറ് പോളിടെക്നിക് കോളേജസ്. സ്കെയിൽ ഓഫ് ACT സ്കെയിലാണ് വരുന്നത്. നമ്പർ ഓഫ് വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. പ്രതീക്ഷിത ഒഴിവുകളിലേക്കുള്ള വിജ്ഞാപനമാണ് വന്നിരിക്കുന്നത്. എത്ര വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. The rank list is published by the Commission in response to the notification shall remain in force for minimum period of 1 year and a maximum period of 3 years. Method of appointment, direct recruitment, age limit 20 to 39 years. Only candidates born between 2 January 1985 and 1 January 2004 are eligible to apply for the post with the usual age relaxation to scheduled caste, scheduled tribes and other backward communities. Qualification: first class bachelor's degree in appropriate branch of engineering or technology from recognized university after undergoing a regular course of study. Note: basic qualification for the post in the order of preference: degree in electronics, degree in applied electronics, degree in electronics and communication engineering. കേരളത്തിലാണെങ്കിൽ ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് ബിടെക് പാസ്സായവരും അപ്ലൈ ചെയ്യാവുന്നതാണ്. BE പാസ്സായവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ തസ്തികയിലേക്ക് BE പാസ്സായവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. നോൺ ക്വാളിഫയിങ് MPhil 2 മാർക്സ് ഉണ്ട്. നോൺ ക്വാളിഫയിങ് PhD 4 മാർക്സ്. ബോത്ത് MPhil and PhD non qualifying 5 marks, postdoctoral fellowship 2 marks.
The degrees or diplomas awarded by UGC approved universities or institutions established through an act passed by Parliament or State Legislative Assembly in accordance with the conditions laid down. Government order details കൊടുത്തിട്ടുണ്ട്. Applicable for the appointment in government service. ഓർഡറിൻ്റെ സർക്കുലറിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സർക്കുലർ നോക്കാം. കോളേജ് വിദ്യാഭ്യാസം UGC അംഗീകൃത സ്ഥാപനങ്ങളെ സംബന്ധിച്ചിട്ട് സൂചന. സർക്കുലറിൻ്റെ കോപ്പി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കാണ് വന്നിരിക്കുന്നത്. ഇന്ത്യയിലെ ബിരുദങ്ങൾ നൽകുന്ന താഴെ പറയുന്ന രീതിയിലുള്ള സ്ഥാപനങ്ങളാണ്: 1 സെൻട്രൽ യൂണിവേഴ്സിറ്റി, 2 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്, ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റീസ്. ആയിരത്തി 1956 UGC ആക്ട് പ്രകാരം UGCയുടെ ഉപദേശം അനുസരിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏതൊരു സ്ഥാപനത്തെ UGC ആക്ട് നിർവചിക്കും പ്രകാരമുള്ള യൂണിവേഴ്സിറ്റിയിൽ കേന്ദ്ര സർക്കാരിന് പ്രഖ്യാപിക്കുന്നതും അപ്രകാരം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ പ്രസ്തുത സ്ഥാപനം UGC ആക്ടിൽ നിർവചിക്കപ്പെട്ട പ്രകാരമുള്ള സർവകലാശാലയെ കണക്കാക്കപ്പെടുന്നതാണ്. റെഗുലേഷൻ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നോക്കുക. വൺ ടൈം രജിസ്ട്രേഷൻ നടത്തേണ്ട എങ്ങനെയാണെന്നുള്ളത് ഇതിനകത്ത് നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഫോട്ടോയും 6 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. വൺ ടൈം രജിസ്ട്രേഷൻ മുഖേന അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത ശേഷം മൈ ആപ്ലിക്കേഷൻ എന്ന ലിങ്കിൽ നിന്ന് അതിൻ്റെ ആപ്ലിക്കേഷൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. ഹാർഡ് കോപ്പി അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പി ആയാലും സൂക്ഷിച്ചാലും മതി. If a written or OMR or online test is conducted as part of this selection, candidate shall submit a confirmation on writing the examination through their one-time registration profile. റിട്ടൺ അല്ലെങ്കിൽ OMR അല്ലെങ്കിൽ ഓൺലൈൻ എക്സാമിനേഷന് വേണ്ടി
കാൻഡിഡേറ്റ്സ് വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ മുഖേന കൺഫർമേഷൻ കൊടുക്കേണ്ടതാണ്. കൺഫർമേഷൻ കൊടുക്കുന്നവർക്ക് മാത്രമേ പരീക്ഷ എഴുതാൻ കഴിയുകയുള്ളൂ. അവർക്ക് മാത്രമേ ഹാൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുള്ളൂ. കൺഫർമേഷൻ്റെ മെസ്സേജ് ഒക്കെ പ്രൊഫൈലിൽ വരുന്നതാണ്. അത് യഥാസമയം കൺഫർമേഷൻ കൊടുക്കുക. Candidates who have Aadhaar card should add Aadhaar card as ID proof in their profile. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 29/1/2025 വെനസ്ഡേ അപ് ടു 12 മിഡ്നൈറ്റ് വരെ. 29/1/2025 അർദ്ധരാത്രി 12 മണി വരെ മാത്രമേ ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ കഴിയുള്ളൂ. അവസാന ദിവസം വരെ നോക്കിയിരിക്കാതെ നേരത്തെ തന്നെ ആപ്ലിക്കേഷൻസ് എല്ലാം സമർപ്പിക്കുക. PSC ഇംഗ്ലീഷിലും മലയാളത്തിലും നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. മലയാളത്തിൽ കൊടുത്തിരിക്കുന്നതാണ് ഈ നോട്ടിഫിക്കേഷൻ. വകുപ്പ് സാങ്കേതിക വിദ്യാഭ്യാസം, ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ്. ശമ്പളം വരുന്നത് ACT സ്കെയിലാണ്. ഒഴിവുള്ള എണ്ണം പ്രതീക്ഷിത ഒഴിവുകളാണ്. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ തന്നെ മലയാളത്തിൽ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. പ്രായപരിധി 20-നും 39-നും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. നേരിട്ടുള്ള നിയമനമാണ്. ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്ന് റെഗുലർ വിദ്യാഭ്യാസത്തിന് ശേഷം എഞ്ചിനീയറിംഗിലോ ടെക്നോളജിയിലോ അനുയോജ്യമായ വിഷയത്തിൽ നേടിയ 1ാം ക്ലാസ് ബാച്ചിലേഴ്സ് ബിരുദം. അപേക്ഷ അയക്കേണ്ട രീതി ഓൺലൈൻ വഴിയാണ്. വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ മുഖേനയാണ് അപേക്ഷ അയക്കേണ്ടത്. പരീക്ഷ എഴുതുന്നതിനായിട്ട് കൺഫർമേഷൻ സമർപ്പിക്കേണ്ടതാണ്. ബുധനാഴ്ച അർദ്ധരാത്രി 12 മണി വരെ മാത്രമേ അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ ഈ തസ്തികയിലേക്ക്. അതിനു മുമ്പായിട്ട് അപ്ലൈ ചെയ്യുക. അവസാന നിമിഷമുള്ള തിരക്ക് ഒഴിവാക്കുക. ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് തന്നെ ആപ്ലിക്കേഷൻസ് സമർപ്പിക്കുക. Thank you for watching my videos. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക. കൂടുതൽ പേരിലേക്ക് എത്തിക്കാനായിട്ട് വീഡിയോസ് ഷെയർ ചെയ്യുക. വീഡിയോസ് ഇല്ലെങ്കിൽ ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ്. അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക.
നോട്ടിഫിക്കേഷൻ സംശയങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കമൻ്റായിട്ട് ഇടുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ചാനൽസും വീഡിയോസും ഷെയർ ചെയ്ത് കൊടുക്കുക, ലിങ്കുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ. താങ്ക് യു.